വഖഫിന് പിന്നാലെ ബംഗാളിൽ ഉടലെടുത്ത സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടില്ല. കലാപം പൊട്ടിപ്പുറപ്പെട്ട മുർഷിദാബാദിൽ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയെ പിടികൂടിയതായി പോലീസ് അറിയിച്ചു. സുലിതാല പുർബപര സ്വദേശിയായ സിയവുൾ ഷെയ്ഖാണ് അറസ്റ്റിലായത്. കൊലപാതകം നടന്ന ഏപ്രിൽ 12 മുതൽ ഇയാൾ ഒളിവിലായിരുന്നു. ഇയാളുടെ സമീപ ഗ്രാമമായ ജഫ്രാബാദിലെ ഹരഗോബിന്ദോ ദാസ്, മകൻ ചന്ദൻ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഈ കേസിൽ ഇതുവരെ 4 പേരാണ് പിടിയിലായത്. അതേസമയം സംഘർഷമുണ്ടായ മുർഷിദാബാദ് ജില്ലയിലെ പ്രദേശങ്ങൾ ഗവർണർ CV ആനന്ദബോസും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘവും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. അഭയാർത്ഥികളായ ആക്രമണബാധിതരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റേതാണെന്നും അവർ പറഞ്ഞു. മാൾഡ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പും സംഘം സന്ദർശിച്ചു. മുർഷിദാബാദിലെ ഷംഷേർഗഞ്ച്, സുദി, ധുലിയൻ, ജംഗിപൂർ പ്രദേശങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമ സംഭവങ്ങളിൽ കമ്മീഷൻ നേരത്തെ സ്വമേധയാ കേസെടുത്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും എന്തുകൊണ്ട് കമ്മീഷൻ മണിപ്പൂർ സന്ദർശിച്ചില്ലെന്നുമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം വിജയ തള്ളിക്കളഞ്ഞു. പീഡിപ്പിക്കപ്പെട്ട സഹോദരിമാരുടെ പക്ഷത്താണ് താനെന്നും രാഷ്ട്രീയം കളിക്കാൻ താൽപര്യമില്ലെന്നും അവർ പ്രതികരിച്ചു. കലാപത്തിൽ കൊല്ലപ്പെട്ട പിതാവിന്റെയും മകന്റെയും ബന്ധുക്കളെ ഗവർണർ CV ആനന്ദബോസ് സന്ദർശിച്ചു. എല്ലാ സഹായവും ഗവർണർ അവർക്ക് ഉറപ്പു നൽകി. മാൾഡയിലെ ക്യാമ്പുകളിൽ കഴിയുന്ന സ്ത്രീകൾ, കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെയും അദ്ദേഹം കണ്ടു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ ആവശ്യമായതെല്ലാം ഉറപ്പാക്കുമെന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഗവർണർ ഉറപ്പും നൽകി. എന്നാൽ നേരത്തെ സന്ദർശനം നീട്ടിവെക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പ്രദേശവാസികൾക്ക് ലൈസൻസ് ഉള്ള ആയുധം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞത് വിവാദമായിരുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സേവ് ബംഗാളി ഹിന്ദു റാലിയിലാണ് BJP നേതാവ് ഈ വിവാദ ആഹ്വാനം നടത്തിയത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് CPM ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി തൃണമൂൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് CPM മെഗാ റാലിയിൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിം ആരോപിച്ചു. മാത്രമല്ല RSSന്റെ ദുർഗ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി മമതാ ബാനർജിയെ വിശേഷിപ്പിച്ചത്. മമതാ ബാനർജിയുടെ സഹായത്തോടെ ബംഗാളിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം RSS സാന്നിധ്യം വ്യാപിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് സലീം കുറ്റപ്പെടുത്തി. കലാപം തടയാൻ ശ്രമിച്ച് കൊല്ലപ്പെട്ട CPM പ്രവർത്തകർക്ക് പ്രഖ്യാപിച്ച ധനസഹായം കുടുംബം നിരസിച്ചിരുന്നു. പണമല്ല, സുരക്ഷയാണ് വേണ്ടതെന്നാണ് കുടുംബം പ്രതികരിച്ചത്. സംസ്ഥാനത്ത് ശാന്തിയും സമാധാനവും സംരക്ഷിക്കുവാനുള്ള നടപടിയെടുക്കണമെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായ മുർഷിദാബാദിൽ ക്രമസമാധാനം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏപ്രിൽ 8 മുതൽ 12 വരെ നടന്ന കലാപത്തിൽ 275-ൽ പരം അക്രമികളാണ് അറസ്റ്റിലായത്. പ്രക്ഷോഭത്തെ തുടർന്ന് 3 പേർ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.